ദൈവത്തിന് സ്തോത്രം. ഒരു വചനം വായിക്കുന്നു. യെശയ്യാവ് 26:4. യഹോവയായ യാഗിൽ ശാശ്വതമായ ഒരു പാറയുള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പീൻ. പ്രിയരെ, നമ്മൾ ജീവിക്കുന്ന ലോകം മാറ്റങ്ങളാൽ നിറഞ്ഞതാണ്. ഇന്നുള്ളത് നാളെ മാറാം. മനുഷ്യനും സാഹചര്യങ്ങളും ഉറപ്പില്ലാത്തവയാണ്. അതുകൊണ്ട് ദൈവവചനം നമ്മോട് പറയുന്നത് യഹോവയിൽ എന്നേക്കും ആശ്രയിക്കുകയും. ദൈവത്തെ ഇവിടെ നിത്യപാറ എന്നാണ് വിളിക്കുന്നത്. പാറ മാറുന്നില്ല, തകർന്നു പോകുന്നില്ല, ഉറപ്പുള്ളതാണ്. അതുപോലെ ദൈവവും മാറാത്തവനും വിശ്വസ്തനുമാണ്. നമ്മൾ പലപ്പോഴും പ്രശ്നം വരുമ്പോൾ മാത്രം ദൈവത്തെ ആശ്രയിക്കുന്നു. പക്ഷേ ഈ വചനം പറയുന്നു, എന്നേക്കും ആശ്രയിപ്പീൻ. സന്തോഷത്തിലും ദുഃഖത്തിലും വിജയത്തിലും പരാജയത്തിലും ദൈവത്തെ ആശ്രയിക്കണം. മനുഷ്യരിൽ ആശ്രയം വെച്ചാൽ നിരാശ വരാം. പണത്തിലും കഴിവിലും ആശ്രയം വെച്ചാൽ അവ മാറിപ്പോകും. പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ഒരിക്കലും ലജ്ജിക്കപ്പെടുകയില്ല. ഒരു ചെറിയ കഥ ഞാൻ ഓർക്കുന്നു. ഒരു മനുഷ്യൻ കൊടുങ്കാറ്റിൽ കുടുങ്ങി. അവൻ ഒരു വലിയ പാറയിൽ പിടിച്ചു. കാറ്റ് ശക്തമായിരുന്നു, മഴയും ശക്തമായിരുന്നു. പക്ഷേ പാറ വിട്ടില്ല. പിന്നീട് അവൻ പറഞ്ഞു, കാറ്റ് മാറിയില്ല, മഴ മാറിയില്ല, പക്ഷേ പാറ എന്നെ പിടിച്ചു. നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ മാറാതിരിക്കാം, പക്ഷേ ദൈവം നമ്മെ പിടിച്ചു നിർത്തും. എന്നെ കേൾക്കുന്ന പ്രിയരെ, ലോകം നമ്മോട് പറയും, നിനക്കുള്ളതിൽ ആശ്രയിക്കൂ. ദൈവവചനം പറയുന്നു, യഹോവയിൽ എന്നേക്കും ആശ്രയിക്കുവിൻ. കാരണം അവൻ നിത്യപാറയാണ്. അവൻ ഒരിക്കലും തകർന്നു പോകുന്നില്ല. അവൻ നമ്മെ കൈവിടുന്നില്ല. പ്രാർത്ഥിക്കാം. ദൈവമേ സ്തോത്രം. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കണമേ. ഓരോരുത്തരും ആയിരിക്കുന്ന ഭവനങ്ങളിൽ, സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യവും അനുഭവിക്കാൻ എല്ലാവരെയും സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ ആമേൻ.